ഇന്നുവരെയും അത് കുറഞ്ഞിട്ടില്ല. എന്നും നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്നുവരെയും അത് കുറഞ്ഞിട്ടില്ല. എന്താപം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോകില്ല. എന്താപം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോകില്ല. ഹല്ലേലൂയ പാടിയിടും അഭുജബലത്താ നടത്തിയതാ. ഹല്ലേലൂയ പാടിയിടും ഇമ്പസ്വരത്താ നയിച്ചതിനാ. ക്രിസ്തുവാണ് യഥാർത്ഥ മനുഷ്യൻ. സ്വത്രം. ആരാണ് യഥാർത്ഥ മനുഷ്യൻ? നിങ്ങൾ വൈകി നമ്മളെല്ലാം മൃഗങ്ങളാണോ എന്നല്ല ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. ക്രിസ്തുവാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സ്വത്രം ദൈവം മനുഷ്യ സൃഷ്ടി പ്ലാൻ ചെയ്ത നിമിഷം തൊട്ട് എഫേസ്യ ലേഖനം പറയുന്നു, നിത്യത മുട്ട് നിത്യതയിൽ തന്നെ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ദൈവത്തിന്റെ പ്ലാനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. സ്വത്രം. നമ്മളെന്ന് പറഞ്ഞ ഭയങ്കര വിലപ്പെട്ടവർ. അതുകൊണ്ട് നിത്യതയിൽ നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. എന്തിനാ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? ദൈവത്തിനൊരു കുടുംബം വേണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ദൈവം മനുഷ്യനെ. സ്വത്രം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ദൈവം ദൈവത്തിന് തന്നെ ഇട്ടിരിക്കുന്ന പേര് പിതാവെന്നും ദൈവം നമുക്കിട്ട പേര് മക്കളെന്നും. സ്വത്രം. ഹല്ലേലൂയ. പറഞ്ഞാൽ ദൈവം ദൈവത്തിനിട്ട പേര് വേറെ ഒരു പേരും ഇല്ല. ദൈവത്തിന്റെ പ്രവൃത്തി അനുസരിച്ച് പഴയ നിയമത്തിൽ പല പേരുകൾ പറയുന്നുണ്ട്. സർവശക്തനായ ദൈവം, പിന്നെ യഹോവ ഇരേ, യഹോവ ശാലോ, യഹോവ ഷമ്മ. ഇതൊക്കെ ഓരോ സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടിട്ട് ആ ഭക്തന്മാർ ഇട്ട പേരാണ്. ദൈവം ശാലോമാണ്, ദൈവ സമാധാനമാണ്, ദൈവം എൽഷദായിയാണ്, ദൈവം സർവശക്തനാണ്, ദൈവം കരുതുന്നവനാണ്. പക്ഷേ ദൈവം പുതിയ നിയമത്തിൽ വന്നപ്പോൾ യേശു കർത്താവ് വെളിപ്പെടുത്തിയ ഒരേ ഒരു പേര് പിതാവെന്നാണ്. സ്തോത്രം. എന്തുകൊണ്ടാണ് വേറെ ഒന്നും തൊടാതെ യേശു കർത്താവ് പിതാവെന്ന് വെളിപ്പെടുത്താൻ കാരണം എന്തെന്നറിയാവോ? അവിടെയാണ് ഈ പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ പേരുകളുടെ ആൻസർ കിടക്കുന്നത്. സ്തോത്രം. യഹോവ ഇരയാകുന്നത് എന്തുകൊണ്ട്? ദൈവം എന്റെ പിതാവായതുകൊണ്ട് എനിക്ക് ഇരയാകുന്നു. ഒരു സ്തോത്രം. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ദൈവം എന്റെ പിതാവായത് കൊണ്ടാണ് എനിക്ക് കരുതുന്നത്. പക്ഷെ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന ഭക്തന്മാർ കണ്ട വെളിപ്പാട് ദൈവം കരുതുന്നവനായതുകൊണ്ട് കരുതുന്നു. പക്ഷെ പുതിയ നിയമത്തില് അതിന്റെ വെളിപ്പാട് യേശു കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തത് പിതാവായത് കൊണ്ട് നമുക്ക് കരുതുന്നു. ഹല്ലേലൂയ. ദൈവം ശാലോം, യഹോവ ശാലോം, ദൈവം സമാധാനം എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിലെ ഈ വ്യൂവിൽ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ ദൈവം പിതാവായത് കൊണ്ട് എനിക്ക് സമാധാനം. സ്തോത്രം. യഹോവ റോഹി, ദൈവം എന്റെ ഇടയൻ. യഹോവ എന്റെ ഇടയൻ എന്ന് പറഞ്ഞാൽ എന്നെ പരിപാലിക്കുന്നവൻ. അതാ ഇടയൻ എന്ന് പറഞ്ഞ അർത്ഥം. അതിന്റെ പുതിയ നിയമത്തിനെ നോക്കി പിതാവായത് കൊണ്ട് എന്നെ പരിപാലിക്കുന്നു. ഒരു സ്തോത്രം പറയാമോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ വിഷമത്തോടും വേദനയോടും നമ്മൾ വ്യാകുലതയോടും കൂടി ഇരിക്കുന്ന ഏത് വിഷയത്തിന്റെ മുമ്പിൽ നിന്നിട്ട് വിളിച്ചു പറയണം, ദൈവം എന്റെ പിതാവായത് കൊണ്ട് ഈ വിഷയത്തിൽ എനിക്ക് വിടുതലുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പകൽ ഒന്ന് കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? പകൽ ദൈവം എന്റെ പിതാവായത് കൊണ്ട്. സ്തോത്രം. ഈ പുതിയ നിയമത്തിൽ ഏറ്റവും വലിയ വെളിപ്പാടെന്ന് പറയുന്നത് ദൈവം എന്റെ പിതാവ് എന്നുള്ള വെളിപ്പാടാണ്. ഈ ലോകത്തിലുള്ള മനുഷ്യന് ഇപ്പോൾ സംഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവം എന്റെ പിതാവാണെന്ന് അറിയാത്തത് കൊണ്ടും, രണ്ട്, മനുഷ്യൻ പാപത്തിലേക്ക് വീഴാനുള്ള കാരണവും
ദൈവം എൻ്റെ പിതാവാണെന്നുള്ള ബോധ്യമില്ലാത്തതുകൊണ്ട്. സ്വത്രം. അതുകൊണ്ടാണ് ക്രൂശിലെ മരണം നിമിത്തം ആദ്യം ദൈവം കണക്ട് ചെയ്യുന്നത് ദൈവത്തെ പിതാവിനെയാണ്. സ്വത്രം. ഹല്ലേലൂയ. അവൻ ക്രൂശിന്റെ ഫലം എന്തുവാ? ക്രൂശിന്റെ ഫലം, ക്രൂശ് എന്ന് പറഞ്ഞ ഈ 2 മരക്കഷ്ണം ഉള്ള കേസാണ് ഞാൻ പറഞ്ഞത്. ക്രൂശില് യേശുക്രിസ്തുവിന്റെ മരണമാണ് ഞാൻ പറയുന്നത്. യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ ഫലം എന്തുവാ? നമ്മുടെ രക്ഷയാണ്. സ്വത്രം അല്ലേ? രക്ഷ എന്ന് പറഞ്ഞാൽ എന്തുവാ? ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ അല്ലേ? അപ്പോ എന്താണ് ശിക്ഷ? ദൈവത്തിന് അല്ലെ, എന്താണ് ശിക്ഷ? ദൈവത്തിന് ശിക്ഷ, അത് വിധി. ശിക്ഷ എന്ന് പറഞ്ഞ വിധി, നരകമല്ല. അതെന്തെന്നറിയാമോ? രക്ഷയിലൂടെ എന്താണ് കിട്ടിയതെന്നറിഞ്ഞാൽ എന്താണ് ശിക്ഷയെന്ന് നമുക്ക് മനസ്സിലാവും. രക്ഷയിലൂടെ നമുക്ക് കിട്ടിയത് നിത്യ ജീവൻ. അപ്പൊ ശിക്ഷ എന്ന് പറഞ്ഞാൽ നിത്യ മരണം. സ്വത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പോയിട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണ് രക്ഷ? രക്ഷ എന്ന് പറയുന്നത് ശിക്ഷയാണ്. എന്താണ് ശിക്ഷ? ശിക്ഷ എന്ന് പറഞ്ഞാൽ നിത്യ മരണമാണ്. അപ്പോൾ രക്ഷയിലൂടെ നമുക്ക് കിട്ടിയത് എന്താ? നിത്യജീവനാണ്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ദൈവത്തിന്റെ ജീവനാണ് നിത്യ ജീവൻ അല്ലേ? ദൈവത്തിന്റെ ജീവനാണ്, ദൈവത്തോട് വസിക്കുന്ന ഒക്കെ, അത് വേറെ ഭാഗമാണ്. ഞാൻ പറയുന്നത് നിത്യജീവൻ എന്നുള്ള പദത്തിന്റെ അർത്ഥം മരണമില്ല. അപ്പൊ മരണം ഇല്ലാതെ ആകണമെങ്കിൽ ആരോടെ ആയിരിക്കണം? ആരുടെ ജീവനായിരിക്കണം? ദൈവത്തിന്റെ ജീവനാവണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ ജീവനും ദൈവത്തിന്റെ ജീവനും ഒന്നാക്കി മാറ്റിയതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടതാണ് നിത്യജീവൻ. സ്വത്രം. അങ്ങനെയെങ്കിൽ രക്ഷയിൽ കിട്ടിയ ഏറ്റവും വലിയ ദാനം എന്താ? ദൈവം അല്ലേ? സ്വത്രം. ഹല്ലേലൂയ. അപ്പോ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് ദൈവം. എല്ലാവരും പറഞ്ഞാട്ടെ, ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അത് പഴയ നിയമത്തിലായിരുന്നാലും പുതിയ നിയമത്തിലായിരുന്നാലും ദൈവം ദൈവത്തിന്റെ ഭക്തന്മാരോട് പറയുന്ന ഏറ്റവും വലിയ ദൂതെന്ന് പറയുന്നത് ഞാനാണ് നിങ്ങൾക്കുള്ളതെന്ന് പറയുന്നതാണ്. സ്വത്രം. നിങ്ങൾ എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ്. എന്താണ്? സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തേശുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവിന്. സ്വത്രം. സ്വർഗത്തിലെ ഏറ്റവും വലിയ ആത്മീയ അനുഗ്രഹം എന്തുവാ? നിത്യത. സ്വർഗത്തിലെ ഏറ്റവും വലിയ ആത്മീയ അനുഗ്രഹം എന്തുവാ? അത് ദൈവം തന്നെയാണ്. ഒരു സ്വത്രം. അത് അവൻ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, അവൻ വചനത്തിലുള്ള കാര്യമോ. ഒരു സ്വത്രം. അതാ അവൻ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുന്നുണ്ട്. 14-ാമത്തെ അധ്യായത്തിൽ യുദ്ധമാണ്. അതുവരെ കാമാൻ കൊയറ്റായിരുന്ന അബ്രഹാം 14-ാമത്തെ അധ്യായത്തിൽ ലോത്തിനെ ഒരു കൂട്ടർ പിടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി ആര് പോവുകയാണ്? അബ്രഹാം പോവുകയാണ്. അബ്രഹാം കഴിഞ്ഞ പണ്ടത്തെ ആ കാലഘട്ടത്തിൽ യുദ്ധത്തിന് പോയിട്ടൊരു പരിപാടിയുണ്ട്. യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്നവരുടെ കൊള്ള മൊത്തം എന്ന് പറഞ്ഞാൽ അവരുടെ സമ്പത്ത് മൊത്തവും യുദ്ധം ജയിക്കുന്നവൻ എടുക്കും. യുദ്ധം ജയിക്കുന്നവൻ എടുത്ത ശേഷം ഇത് പങ്കിടും. അപ്പോ അബ്രഹാമിനോട് കൂടെ നിന്നതും അബ്രഹാമിനെ സഹായിക്കാനും നിന്നതുമായ രാജാവിനോട് അബ്രഹാം പറഞ്ഞു, എനിക്ക് ഇതിൽ നിന്ന് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഇതിൽ നിന്ന് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ആമേൻ സ്വത്രം. എല്ലാം കഴിഞ്ഞു. മൽക്കിസദേക്കിന് ദശാംശവും എല്ലാം കൊടുത്തു. എല്ലാം കഴിഞ്ഞിട്ട് അബ്രഹാം വന്ന് 15-ാം അധ്യായത്തിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. 15-ാം അധ്യായം വീട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അബ്രഹാം സ്വപ്നത്തിൽ ദൈവം അബ്രഹാമിന് വെളിപ്പെട്ടു. ഒരു സ്വത്രം. വെളിപ്പെട്ടിട്ട് ദൈവം എന്ന് ആദ്യം പറയുന്ന ദൂത് ഇതാണ്: ഞാൻ നിന്റെ അതിമഹത്തായ പരിചയവും
അതിമഹത്തായ പ്രതിഫലമാകുന്നു. സ്തോത്രം. ദൈവം അപ്പോ അബ്രഹാം രാത്രി കിടന്നപ്പോ ദൈവം വന്ന ആദ്യത്തെ ദൂത് ഇത് പറയണമെങ്കിൽ എന്തായിരിക്കും അതിന്റെ അർത്ഥം? ഈ പ്രതിഫലം എവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് കിടന്നുകൊണ്ടാണല്ലോ, അല്ലേ? ദൈവം വന്ന് ചുമ്മാ കിടക്കുന്ന അബ്രഹാമിന് പറയും, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലം എന്ന് പറയും. മനസ്സിൽ ചോദിച്ചത് കൊണ്ടായിരിക്കുമല്ലോ. കാരണം എല്ലാം കിട്ടി, എല്ലാം കളഞ്ഞു. പുള്ളി എന്താണ് കളഞ്ഞെന്നറിയാവോ? അടുത്ത ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. ദൈവത്തോട് അബ്രഹാം പറയുന്നത്, എന്റെ വീട്ടിലെ ദാസനായ ഏലയാസർ എനിക്ക് അവകാശിയാകും എന്നുള്ള ടെൻഷനാണ്. ഇതെല്ലാം വിട്ടുകളഞ്ഞിട്ട് 14 അധ്യായം നോക്കിയാൽ നമുക്ക് തോന്നും അബ്രഹാം എത്ര വലിയവനായ മനുഷ്യൻ എന്ന് പറഞ്ഞ എല്ലാ സമ്പത്തും കൊണ്ടുവന്ന് ആർക്ക് കൊടുത്തു? എല്ലാവർക്കും വിട്ടുകൊടുത്തിട്ട് ഒന്നും എടുക്കാതെ വന്നു. പക്ഷെ അബ്രഹാം എല്ലാം വിട്ടുകൊടുത്തിട്ട് വന്നതിന് കാരണം എന്ന് പറയാമോ? ഇതും കൊണ്ടുവച്ചിട്ട് ദാസം കൊണ്ടുപോണേക്കാളും വല്ലോർക്കും കൊടുക്കും, അല്ലേ? അടുത്ത വാക്യം വായിക്കുന്നതിനനുസരിച്ച് അടിസ്ഥാനത്തിൽ അത് നോക്കിയാൽ സ്തോത്രം. പക്ഷെ ദൈവം പറഞ്ഞു, ഞാനാണ് നിന്റെ മഹത്തായ പ്രതിഫലം. ആ ഒറ്റ വാക്കിനകത്തുള്ള അർത്ഥം എന്തെന്നറിയാമോ? നീ വ്യാകുലപ്പെടുന്നതിനെല്ലാത്തിനും ഞാൻ എന്ന പ്രതിഫലത്തിൽ ആൻസർ ഉണ്ട്. ഒരു സ്തോത്രം പറയാമോ? സ്തോത്രം. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉറപ്പിക്കുകയും അവൻ ആത്മാവ് പലപ്പോഴും കേട്ട അതേ ദൂത് ഒരിക്കൽ കൂടി നിങ്ങളെ ബലപ്പെടുത്തി ദൈവാത്മാവ് പറയുകയാണ്, ദൈവമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതിഫലം. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇത് തിരിച്ചറിഞ്ഞ വേറെ ഒന്നുമില്ല. ഇത് തിരിച്ചറിഞ്ഞ വ്യക്തികളാണ് അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ളത്. സ്തോത്രം. ഇത് തിരിച്ചറിഞ്ഞ വ്യക്തികൾക്കേ നന്മ വന്നിട്ടുള്ളൂ. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ദാവീദ് പാടിയത്, നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ആരെ പിന്തുടരും? എന്തുകൊണ്ട് ദാവീദിനെ നന്മയും കരുണയും ദാവീദിനെ പിന്തുടർന്നു? ദാവീദ് നന്മയുടെ പുറകെ പോയില്ല, കരുണയുടെ പുറകെ പോയിട്ടില്ല, ഒന്നിന്റെ പുറകെ പോയിട്ടില്ല. ദാവീദിന്റെ മുമ്പിൽ ഒരേ ഒരാളെ ഉള്ളൂ, നന്മയുടെയും കരുണയുടെയും ഉറവിടമായ ദൈവം മാത്രമേ ദാവീദിന്റെ മുമ്പിലുള്ളൂ. ദാവീദ് ദൈവത്തിന്റെ പുറകെ പോയപ്പോൾ അവൻ കൂടെ ഫ്രണ്ടിലുണ്ടായിരുന്ന മുമ്പിലുണ്ടായിരുന്ന തന്റെ ജ്യേഷ്ഠന്മാരെ അപ്പൻ നിരത്തി നിർത്തിയിട്ട് ഇവരുടെ മേൽ അഭിഷേകം ചൊരിയാൻ പറഞ്ഞപ്പോഴും ദൈവത്തെ പിന്തുടരുന്ന ദാവീദിനെ കാട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി ദൈവം അഭിഷേകം ചെയ്യിപ്പിച്ചു. സ്വത്രം. ദൈവം മാനിക്കുന്നത് അങ്ങനെയാണ്. സ്വത്രം പറഞ്ഞാട്ടെ. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കുക, വേദ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ അതിൽ നിന്ന് അപ്പുറവും മാറത്തില്ല, ഇങ്ങോട്ടും മാറത്തില്ല, അത് നടന്നിരിക്കും. പക്ഷെ നമ്മൾ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. ആരെ നോക്കണം? ദൈവത്തെ നോക്കണം. സ്വത്രം. ദൈവത്തെ മാത്രം. അതുകൊണ്ട് പുതിയ നിയമത്തിലും പറയുന്ന വചനം എന്തുവാ? വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിച്ചവനുമായ ക്രിസ്തുവിനെ നോക്കുക എന്ന് പറഞ്ഞാൽ നോട്ടം എപ്പോഴും ക്രിസ്തുവിനെ. നോട്ടം പോകുമ്പോഴാണ് നമുക്ക് കുഴപ്പം പറ്റുന്നത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ് എവിടെ ഇരിക്കുവോ അവിടെ നമ്മുടെ ഹൃദയം ഇരിക്കും, അല്ലെ? വചനം അതല്ലേ, കർത്താവ് പറഞ്ഞതാ. നമ്മുടെ കണ്ണ് എവിടെ ഇരിക്കുവോ അവിടെ എന്തിരിക്കും? ഇരിക്കും. ഹൃദയം എവിടെ ഇരിക്കുവോ അവിടെ നമ്മളും ഇരിക്കും. സ്വത്രം. അപ്പൊ ഒന്ന് നമ്മുടെ കണ്ണ് ഈ ലോകത്തിലുള്ളതിലാണ് ഇരിക്കുന്നെങ്കിൽ നമ്മുടെ ഹൃദയം എവിടെ ഇരിക്കും? ലോകത്തിലുള്ളതിൽ ഇരിക്കും. അപ്പൊ ഈ ഹൃദയം ആർക്കിരിക്കാനുള്ളതാ? ദൈവത്തിന് ഇരിക്കാനുള്ളത്. ദൈവത്തിന് ഇരിക്കാനുള്ള സ്ഥലത്ത് വന്ന് ഈ ലോകം ഇരുന്നാൽ ദൈവം അവിടെ ഇരുന്ന് ഞരങ്ങും. ദൈവം വിട്ടുപോകുന്നല്ല ഞാൻ പറയുന്നത്. സ്വത്രം. ദൈവം അവിടെ ഇരുന്ന് ഞെരുങ്ങും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ കണ്ണ് ദൈവത്തിലായാൽ നിങ്ങളുടെ ഹൃദയം ദൈവത്തിലായിരിക്കും. നിങ്ങളുടെ കണ്ണും ഹൃദയവും ദൈവത്തിലായാൽ നിങ്ങൾ ദൈവത്തിലായിരിക്കും. ഒരു സ്വത്രം. അതുകൊണ്ടാണ് പറയുന്നത് ക്രിസ്തുവിനെ നോക്കുക. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അമ്മേ സ്വത്രം, നമ്മൾക്ക് ദൈവം ഒരു വളർച്ച വെച്ചിട്ടുണ്ട്. ആ വളർച്ച എന്ന് പറയുന്നത് ക്രിസ്തു എന്ന വളർച്ചയാണ്. ക്രിസ്തുവിന്റെ വളർച്ചയെ കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. അത് പുത്രത്വം എന്ന വളർച്ച. ഒരു സ്വത്രം പറഞ്ഞാട്ടെ.
നമ്മളെല്ലാം ആരാണ്? ദൈവത്തിന്റെ മക്കളാണ്. സ്വത്രം, ദൈവത്തിന്റെ മക്കളാണ്. എങ്ങനെയാണ് നമ്മൾ ദൈവമക്കളായത്? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് അവനെ, യോഹന്നാൻ 1:12, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അധികാരം കൊടുത്തെന്ന് പറഞ്ഞാൽ പൊസിഷൻ കൊടുത്തു വന്ന, അതെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഓർമ്മ കേട്ടോ. പൊസിഷൻ, ഈ പൊസിഷനിൽ തന്നെ ഭയങ്കരമായ അനുഗ്രഹമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ആഴ്ചയും എഫെസ്യ ലേഖനം വായിക്കുകയാണോ? അല്ലേ? തുടർന്ന് വായിക്കുകയല്ലേ? എഫെസ്യ ലേഖനം നിങ്ങൾ വായിച്ചാൽ എഫെസ്യ ലേഖനത്തിൽ പൊസിഷനെ കുറിച്ചാണ് ആദ്യത്തെ 1, 2, 3 അധ്യായം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ നമ്മളായിരിക്കുന്ന പൊസിഷൻ. അതുകൊണ്ടാണ് നിങ്ങൾ എഫെസ്യ ലേഖനം വായിക്കുമ്പോൾ ഇംഗ്ലീഷ് ബൈബിൾ ആണെങ്കിൽ ഇച്ചിരി കുറച്ചുകൂടെ എളുപ്പം കിട്ടും. മലയാളത്തിൽ ഇച്ചിരി പ്രാസമൊക്കെ ചേർത്ത് വരുമ്പോൾ നമുക്ക് വരച്ചിടാൻ ഇച്ചിരി പാടായിരിക്കും. ഇംഗ്ലീഷ് ബൈബിൾ ആണെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റ് എന്നുള്ളൊരു പദം പറയുന്നുണ്ട്. നമ്മളെ മലയാളത്തില് എവിടെയാ? ക്രിസ്തുവിൽ. എന്താ പറഞ്ഞത്? ക്രിസ്തുവിൽ. എല്ലാവരും പറഞ്ഞ ക്രിസ്തുവിൽ. ഇതാണ് രക്ഷിക്കപ്പെട്ട നിമിഷം തൊട്ട് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത് ക്രിസ്തുവിലാണ്. സ്തോത്രം. ഈ നിമിഷം തൊട്ട് നമ്മൾ എവിടെ ഇരിക്കുന്നേ? സ്തോത്രം. ഇവിടെ ആണെങ്കിലും നമ്മൾ ഇരിക്കുന്നത് എവിടെയാണ്? നമ്മൾ എപ്പോഴും തൊട്ടാണ് ക്രിസ്തുവിലായെന്നറിയാവോ? എപ്പോഴും തൊട്ടാ നമ്മുടെ ഇതിൽ നമ്മൾ രക്ഷിക്കപ്പെടുന്നത് തൊട്ടാ. പക്ഷെ വേദപുസ്തകം പറയുന്നത് അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ നമ്മൾ അടക്കപ്പെട്ടു, അവനോടുകൂടെ നമ്മൾ ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുകയും, 2, അവനോടുകൂടെ ഇപ്പോൾ പിതാവിന്റെ വലതുഭാഗത്ത് നമ്മൾ ഇരിക്കുന്നു എന്നുള്ള ഉറപ്പ് വരികയും ചെയ്യുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിലാകുന്നത്. സ്തോത്രം. എവിടെയാ സ്റ്റാർട്ടിങ്? ആരോടെ? ക്രിസ്തുവിനോടുകൂടെ. എല്ലാവരും പറയാം, ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടു. ആര് മരിച്ചു? ആരടക്കപ്പെട്ടു? ഞാൻ മരിച്ചു, ഞാൻ അടക്കപ്പെട്ടു. മരിച്ചോ? അടക്കപ്പെട്ടോ? ക്രിസ്തുവിനോടുകൂടി മരിച്ചു, അടക്കപ്പെട്ടു. ആര് മരിച്ചു? ആരടക്കപ്പെട്ടു? ഞാനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇരിക്കുന്ന നിങ്ങളല്ല, ഇതിനു മുമ്പുള്ള നിങ്ങൾ. ഒരു സ്തോത്രം, ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ ഇരിക്കുന്ന നിങ്ങളാണോ? അല്ല, അല്ല. ആമേൻ. ഇതിനു മുമ്പുള്ള നിങ്ങൾ, ഇതിനു മുമ്പുള്ള ഒരു പഴയ മനുഷ്യൻ, ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു പഴയ സ്വഭാവം, ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ശിക്ഷയ്ക്ക് യോഗ്യനായ ഒരു പ്രകൃതമുള്ള ഒരു മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടു. എന്നിട്ട് ആ മനുഷ്യൻ ഉയർത്തോ? ആ മനുഷ്യൻ ഉയർത്തില്ല, പുതിയ മനുഷ്യൻ ഉയർത്തു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, എനിക്കറിയാം. ഹല്ലേലൂയ. ആ മനുഷ്യൻ ഉയർത്തില്ല, ആ മനുഷ്യൻ അടക്കപ്പെട്ടു. ഇനി ആ മനുഷ്യൻ എഴുന്നേക്കത്തില്ല. എല്ലാവരും പറഞ്ഞാൽ ഇനി എഴുന്നേക്കത്തില്ല. ഒരു സ്തോത്രം പറഞ്ഞു, ഒരു ഉറപ്പ് പറഞ്ഞാട്ടെ. ആ മനുഷ്യന് എഴുന്നേക്കത്തില്ല. കരമടിച്ച ദൈവത്തിന് മഹത്വം കൊടുത്ത് പറഞ്ഞാട്ടെ. ആ ഒരു നിറവും അധികാരവും ആ പാപത്തിന്റെ മേലുള്ള ശക്തിയും ആമേൻ സ്തോത്രം ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. ആ മനുഷ്യനല്ല. കൊരിന്ത്യർ ലേഖനം 5:17 പറയുന്നു, ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക്, അല്ല അത് 8:1, ഈ ക്രിസ്തുവിലുള്ളവൻ പുതിയ സൃഷ്ടിയാകുന്നു. അത് 8, ഞാൻ ആദ്യം പറഞ്ഞത് 8:1, റോമാലേഖനം 2. അവൻ ഇപ്പോൾ നമ്മൾ പുതിയ സൃഷ്ടിയാകുന്നു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഈ പുതിയ സൃഷ്ടിയായിട്ട് നമ്മൾ എഴുന്നേറ്റ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണേ. ഞാൻ ഈ പൊസിഷന്റെ കേസ് പറയാനാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതൊന്നും വ്യക്തമാക്കിയില്ല. ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, അടക്കപ്പെട്ടു, പുതിയ മനുഷ്യൻ എഴുന്നേറ്റു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. പുതിയ മനുഷ്യൻ എഴുന്നേറ്റു. ഈ പുതിയ മനുഷ്യൻ ഉയർക്കുക മാത്രമല്ല, ഈ പുതിയ മനുഷ്യൻ ഉയർത്ത് എഴുന്നേറ്റ് ക്രിസ്തുവിനോടുകൂടെ എവിടെ ഇരിക്കുന്നു? ഈ സ്ഥലത്തിന്റെ പേരെന്താ? മനസ്സിലാവുക? തൊപ്പിച്ചന്ത. ഈ മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോടെ തൊപ്പിച്ചന്തയിൽ ഇരിക്കുന്നു എന്നല്ല, സ്വർഗത്തിലിരിക്കുന്നു.
നിങ്ങൾ എഫേസ്യ ലേഖനം വായിച്ചോണ്ട് നിങ്ങൾക്ക് മനസ്സിലായി. 2-ാം അധ്യായം അതല്ലേ പറയുന്നേ? അല്ല, ഞാൻ പൊസിഷന്റെ കേസാ പറയുന്നത്. 3-ാം അധ്യായം വരെ പറയുന്നത് പൊസിഷനാണ്. ഹല്ലേലൂയ. അപ്പൊ ഉയർത്തെഴുന്നേറ്റ് എവിടെ ഇരിക്കുന്നു? ആമേൻ. ഇരിപ്പൊന്ന് പറ. സ്തോത്രം. സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇത് കാണാൻ ഒരു ആത്മകണ്ണ് തുറക്കണം. അതുകൊണ്ടാ ആമേൻ ഇതെല്ലാം പറഞ്ഞതിന്റെ ഇടയ്ക്ക് പൗലോസ് ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കുന്ന, ദൈവമേ ആമേൻ സ്തോത്രം, ആമേൻ വിളിയുടെ ആശ ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് ഇവർക്ക് ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ആത്മാവിനെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇത് ഭൗതിക കണ്ണുകൊണ്ടുള്ള തിരിച്ചറിവല്ല, ഇത് ആത്മീക കണ്ണുകൊണ്ടുള്ള തിരിച്ചറിവാണ്. ഒരു സ്വോത്രം, ഒരു സ്വോത്രം, ഒരു സ്വോത്രം. അത് കരമടിച്ച് ദൈവത്തിന് മഹത്വപ്പെടുത്താട്ടെ. ഇന്ന് പകലാ ഒരു നിറവ് നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടട്ടെ. നമുക്കൊരു സ്വസ്ഥമായ ഒരു സ്ഥലമുണ്ട്. ഇതല്ല എന്റെ മെസ്സേജിലോട്ട് വരാനായി മുഖവര പറയുന്നു. ഒരു സ്വോത്രം. മുഖവര പറഞ്ഞു കഴിയുമ്പോൾ സമയം തീരുമെന്തോ. ഹല്ലേലൂയ. സ്വോത്രം. ആമേൻ. അപ്പോ ഇരിക്കുന്നത് എവിടെയാ? സ്വർഗത്തില്. എല്ലാരും ഒന്ന് കണ്ടേ. യേശുവിനോട് കൂടെ സ്വർഗത്തിൽ ഇരിക്കുന്ന ഒന്ന് മനസ്സിലൊന്ന് ഉറപ്പിച്ചേ. ഒരു സ്വോത്രം. എന്നിട്ട് അടുത്തത്, ഇനി നമ്മൾ ഈ സ്വർഗത്തിൽ ഇരുന്ന് പേടിക്കുന്ന ഒരാളുണ്ട്. ആരെന്നറിയാവോ? കറക്റ്റ് ആൻസർ. പേടിക്കുന്ന ഈ പുള്ളിയുടെ സ്ഥാനം എവിടെ എന്നറിയാവോ? എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ സ്വർഗത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എഫേസ്യ ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ ഇവരുടെ സ്ഥാനം പറയുന്നുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല, വാഴ്ചകളോടും അധികാരത്തോടും ഈ ലോകത്തില് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന സ്വർഗത്തിലും നമ്മൾ പേടിക്കുന്ന വ്യക്തിക്ക് ഈ ഇട്ടാവട്ടത്തുള്ള അധികാര ദൈവം കൊടുത്തിട്ടുള്ളൂ. ഒരു സ്വോത്രം. ഒരു നല്ലൊരു ആമയം പറ. ഈ ആമയം പറയുമ്പോൾ കെട്ടഴിയും. ഒരു സ്വോത്രം പറഞ്ഞാമോ? ഈ വെളിപ്പാട് ഉള്ളിൽ വരുമ്പോൾ ബന്ധനങ്ങൾ അഴിയും. ആമ ഈ ഒരു ഉറപ്പ് വരുമ്പോൾ ഭയം മാറും. ആമേൻ സ്വോത്രം. നമ്മൾ വേദന എന്ന് പറയുന്നത് ഇന്ന് മാറിപ്പോകും. ആമേൻ. അധികാരത്തിന്റെ നിറവ് നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ട് വരും. കൃപയുടെ നിറവ് നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ട് വരും. ആമേൻ. ആത്മാവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ട് വരും. പൊസിഷൻ എന്ന് പറഞ്ഞ ഇതാ. ഭയങ്കര അർത്ഥമാണ്. അപ്പോ നമ്മളിരിക്കുന്ന സ്വർഗത്തില്, ഈ സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയൊക്കെ വന്നിരിക്കുന്നത് ഇവിടെ ഇത്രയും ഇങ്ങനെ ഒന്ന് കണ്ടോ? ഇത്രയ്ക്ക് നമ്മളിരിക്കുന്നത് ഒരു സ്വത്രം. ഈ അർത്ഥത്തിലാണ് കർത്താവ് പറയുന്നത്. യേശു കർത്താവ് പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പഴയ നിയമത്തിൽ നിന്നും ഉദ്ധരിച്ച് പറഞ്ഞ ഒരു വചനം ഇതാണ്. ആമേൻ. ശത്രുവിനെ മുഴുവൻ നിങ്ങളുടെ പാദപീഠമാക്കുവോളം. ഒരു സ്വത്രം. ആരാ? ക്രിസ്തുവിന്റെ പാദപീഠമാക്കുവോളം. സ്വത്രം. പക്ഷെ കർത്താവ് പറയുന്ന എല്ലാം ആർക്ക് കൊടുത്തു? സഭയ്ക്ക് കൊടുത്തു. എഫേസ്യ ലേഖനം. ഹല്ലേലൂയ. സ്വത്രം. ആരുടെ പാദത്തിന്റെ കീഴിലാക്കുന്നത് വരെ? സംശയം? റോമാലേഖനം 16-ാം അധ്യായം 20-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എളുപ്പം വായിക്കണം. റോമാലേഖനം 16:20. സമാധാനത്തിന്റെ ദൈവമോ ഓ അശധനബികര ഘടന. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്വോത്രം. ആമേൻ. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ, എല്ലാരും പറഞ്ഞാട്ടെ, വേഗത്തിൽ സാത്താനെ ആരെ കാൽ കീഴിൽ ചതച്ചു കളയും? സ്വോത്രം. ആരെ കാൽ കീഴിലെന്ന് പോയപ്പോ നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അടുത്ത് അങ്ങോട്ട് പോകുന്നുള്ളൂ. ആരെ കാൽ കീഴില്? ആമേൻ. സ്വോത്രം. ഞങ്ങളുടെ, അല്ലെങ്കിൽ എന്റെ, ധൈര്യമായിട്ട് എന്റെ എന്നങ്ങ് പറഞ്ഞു. ആമേൻ. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന വചനമാണ്. ഒരു സ്വോത്രം. പക്ഷെ കാൽ കീഴിലാക്കുന്നത് നമ്മളല്ല, കാൽ കീഴിലാക്കുന്നത് ദൈവമാണ്. നമ്മൾ നമ്മളെ കാല് കൊടുത്താൽ മതി. അല്ലേ? ആ വചനത്തിന്റെ അർത്ഥം അതല്ലേ? സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ, എത്രയും പെട്ടെന്ന് സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ
ചതച്ചു കളയും. ഒരു സ്വോത്രം എന്ന് പറഞ്ഞാൽ ആമേൻ, നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങളെ കാലൊന്ന് വിട്ടുകൊടുത്താൽ മതി, ബാക്കി കാര്യം ദൈവം ചെയ്തോളൂ. സ്വോത്രം. ആ ചതച്ച് കളയുന്ന ഇംഗ്ലീഷൊക്കെ എടുത്ത് നോക്കി അറിയാം, പൾപ്പാക്കി കളയുന്ന എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ക്രഷ് ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ, ഈ പാറ്റയോ പഴുതാരയോ എന്തെങ്കിലും വരുന്ന സമയത്ത് നമ്മൾ ചവിട്ടി ഈ സാധനം. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ, ഇവനെയാണ് വലുതെന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിക്കുന്നത്. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ, ഇന്ന് പകൽ അതിന് മേലൊരു വിടുതൽ, ഒന്ന് കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. അതിന്മേലൊരു ശക്തി, അധികാരത്തോട് ദൈവസഭ പുരബല വധനവികര വധനങ്ങളുടെ പൊസിഷൻ എന്തെന്ന് നമ്മൾ അറിയണം. ഹല്ലേലൂയ. ഇതൊരു വലിയൊരു മർമ്മം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം ഒരുപോലെ പറയുന്നത് കാര്യം, ദൈവം പറയുന്ന യുദ്ധം നിങ്ങൾ ചെയ്യേണ്ട, ആര് ചെയ്യും? ദൈവം ചെയ്തോളാം. പക്ഷെ ഇവിടെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്, നമ്മളാണ് യുദ്ധം. ഈ വാക്യത്തിലും പറയുന്നത് എന്താണ്? സമാധാനത്തിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു ക്ഷേത്രം കണ്ടെന്നോ വേറെ ഇത് കണ്ടെന്നോ നമ്മൾ ശാസിക്കാനും പിടിക്കേണ്ട ഒന്നുമില്ല. നീ ധൈര്യത്തോടെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു വിടുതൽ ദൈവം അയച്ചോളും വേണമെങ്കിൽ. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. നമ്മൾ അന്ന് ഈ ശാസനയും നമ്മൾ ഈ ശാസിക്കുകയും ബഹളം വെക്കുകയും ചെയ്യുമ്പോൾ ഒരു വിഷയം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ആശാനെ പേടിച്ചതും അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ ഇനി വരുന്ന ജൂണാണ്, മഴ പെയ്യണ സമയത്ത് പോലും അടുത്തൊന്നും കയറാൻ സ്ഥലമില്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ ഇതുണ്ടെങ്കിൽ നമ്മൾ കയറി നിൽക്കത്തില്ല, നനഞ്ഞോണ്ടെങ്കിലും വീട്ടിൽ പോകുമെന്ന് വിചാരിക്കും. കാരണം ഇതിന്റെ കീഴിൽ നിന്ന് നമുക്കൊരു ടെൻഷനാണ്. ഒരു സ്വോത്രം പറയാമോ? ഹല്ലേലൂയ. പക്ഷെ പഴയ നിയമത്തിൽ ശിംശോന്റെ കഥ നിങ്ങൾക്ക് അറിയാലോ. ശിംശോൻ ജീവിച്ചിരിക്കെ കൊല്ലുന്നതിനേക്കാളും അധികമായി ഇരട്ടിക്കിരട്ടിയായിട്ട് അദ്ദേഹം മരിച്ചപ്പോ കൊന്നു. പക്ഷെ അത് എവിടെ വെച്ചാ പ്രാർത്ഥിച്ചെന്നറിയാവോ? അതെവിടെ വെച്ചാ നിങ്ങൾ പറയണം, ചരിത്രം അറിയാവുന്നുള്ളൊരു പറ. ദാഗോന്റെ ക്ഷേത്രത്തിനകത്ത് വെച്ചാണ് പ്രാർത്ഥിച്ചത്. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കൺവെർട്ടായി മറ്റു സ്ഥലത്ത് പോകത്തില്ല. ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് ഡയറക്റ്റ് ദൈവത്തിലേ പോകത്തുള്ളൂ. ഒന്ന് കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. അതിന് ക്രിസ്തുവിലാണ്. നമ്മുടെ പൊസിഷനും നമ്മുടെ അധികാരം നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഈ പൊസിഷനിലാണ് വിടുതൽ നടക്കുന്നത്. ഇത് അറിഞ്ഞ വിടുതലാണ് എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിലെ എല്ലാ വിടുതലും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാനിത് ക്യാരക്ടറിനെ ബന്ധപ്പെടുത്തിയല്ല പറയുന്നത്, ക്യാരക്ടർ അടുത്ത പോയിന്റാണ്. സ്വോത്രം. ഇത് പൊസിഷനാണ്. ദൈവമക്കൾ എന്നുള്ള പൊസിഷനിലാണ് വിടുതൽ. സ്വോത്രം. ഹല്ലേലൂയ. പത്രോസ് ഭാവിയിൽ തള്ളിക്കളയും, യേശുവിനെ തള്ളിക്കളയും. പക്ഷെ യേശുവിനോട് കൂടെ പത്രോസ് ഉണ്ട്. സ്വോത്രം. പക്ഷെ കാറ്റും തിരമാലയും എല്ലാം വന്നു. ഈ 11 12 പേരിൽ ഒരാൾ യൂദയും ആരെ തള്ളിക്കളയും? യേശുവിനെ തള്ളിക്കളയും. ആർക്കറിയാം? യേശുവിനറിയാം. പക്ഷേ കാറ്റും തിരമാലയും വന്നപ്പോൾ അവരോട് യേശു കർത്താവ് പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം എവിടെയെന്നാണ് ചോദിച്ചത്. സ്വത്രം. അത്ഭുതവും ക്യാരക്ടറും തമ്മിൽ ബന്ധമില്ല. അതുകൊണ്ട് ആ ക്യാരക്ടർ കൊള്ളാത്തവർ അത്ഭുതം ചെയ്യുന്നത്. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഏറ്റവും അവസാനം പറയും അറിഞ്ഞിട്ടില്ലെന്ന് പറയും. അത് വേറെ വിഷയം. ഒരു സ്വത്രം പറയാമോ? ഹല്ലേലൂയ. ഏറ്റവും അവസാനം ചെന്നെത്തുന്ന സമയത്ത് പറയും, ഞാൻ നിങ്ങളെ അപ്പൊ പറയും, കർത്താവ് ഞാൻ പ്രവചിച്ചു, ഞാൻ അത്ഭുതം ചെയ്തു, ഞാൻ അടയാളം ചെയ്തു. കർത്താവ് പറയും അറിഞ്ഞിട്ടില്ല. അപ്പൊ വിശ്വാസത്താൽ അത്ഭുതം നടക്കും. അത് പൊസിഷനെ കുറിച്ചുള്ള തിരിച്ചറിവാണ്. ഒരു സ്വത്രം. ഹല്ലേലൂയ. ഇത് പകല അത്ഭുതത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഇന്നൊരു വിടുതലിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു പറയണം, ഞാൻ ഇരിക്കുന്നത് പിതാവിന്റെ വലത് ഭാഗത്ത് ക്രിസ്തുവിനോട് കൂടെ ആയത് കൊണ്ട് എനിക്കൊരു വിടുതൽ അയക്കാൻ എന്നിൽ വിദൂരതയിലല്ല എന്റെ കർത്താവ് ഇരിക്കുന്നത്. ഞാൻ കർത്താവിനോട് കൂടെ ചേർന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ എല്ലാ ഭാഗത്തും പറയും, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ്. ആമേൻ. നിങ്ങൾ എടുക്കണ്ട, ആമേൻ, സമയമില്ലാത്തതുകൊണ്ടാണ്. പുറപ്പാട് പുസ്തകം 14 അധ്യായം 13-14 വാക്യം. അവിടെ ആമേൻ നമുക്ക് എല്ലാവർക്കും സാധാരണ എല്ലാ സ്ഥലത്തും പ്രസംഗിക്കുന്ന വചനമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള വചനമാണ്. ചെങ്കടൽ
സ്വത്രം വിഭാജിക്കപ്പെട്ടത്. ഒരു സ്വത്രം ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടു. വിഭാഗിക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ ജനമെല്ലാം ഒരുമിച്ച് വന്നു, ചെങ്കടലിന്റെ മുമ്പിൽ വന്ന് നിന്നു. സ്വത്രം നോക്കുക, അവരുടെ കൂടെ ആരുണ്ട്? ദൈവം. അല്ലേ? അഗ്നിസ്തംഭം മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ വെച്ചാൽ മതി. അഗ്നിസ്തംഭം മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഇവര് പറയുന്നത് ഞങ്ങൾ മരിക്കാൻ പോകുന്നു. സ്തോത്രം. നമ്മൾ വിചാരിക്കും ഇസ്രായേൽ ജനം മാത്രമേ പറയുള്ളൂ. ഇല്ല, നമ്മളും പറയും. ഒരു സ്തോത്രം. പരിശുദ്ധാത്മാവ് ഉള്ളിൽ ഉള്ളപ്പം തന്നെയാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്, അല്ലേ? അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഇത് നിങ്ങൾക്ക് ദൃഷ്ടാന്തമായി എഴുതിയിരിക്കുന്നു. ഒരു സ്തോത്രം പറയാമോ? പണ്ടൊക്കെ ഞാൻ വിചാരിച്ചത് ഒരു കഥയാണെന്നാ വിചാരിച്ചത്. ഇതിനു മുമ്പ് ഞാൻ വിചാരിച്ചു ഇസ്രായേൽ ജനം തള്ളിപ്പറയും, ഞാൻ വിചാരിച്ചത് നമ്മൾ തള്ളിപ്പറയില്ലെന്ന് ഞാൻ വിചാരിച്ചത്. ഇതിലേറ്റവും സ്വന്തം ഒരു സ്വന്തം കരം പഠിച്ച ദൈവത്തിന് മാത്രം പോയി. ഹല്ലേലൂയ. സ്വത്രം. പണ്ട് ഞാൻ വിചാരിച്ചത് ഇങ്ങനെയാ, ഇസ്രായേൽ ജനം, പക്ഷെ ദൈവം ഇങ്ങനെ നമ്മൾ കണ്ണു തുറക്കുമ്പോഴും ശരിയാണല്ലോ, രാത്രിയാണ് ആര് പോയത്? രാത്രി അഗ്നിസ്തംഭം വന്ന് നിൽക്കുന്നത് നിങ്ങൾ ഇപ്പം റീൽസിലെങ്കിലും കണ്ടിട്ടില്ലേ? ചുമ്മാ AI ഉണ്ടാക്കി വെക്കുന്ന ഫോട്ടോ എങ്കിലും നിങ്ങൾ കണ്ടിട്ടില്ലേ? തീയാ. സ്വത്രം. പകല് മേഘം കാണുന്നത് പോലെ അല്ല രാത്രി അഗ്നിസ്തംഭം കാണുന്നത്. തീ, ജ്വലിച്ചു നിൽക്കുന്ന തീ. ഇത് മുമ്പേ നിൽക്കുമ്പോ മോശയോടെ പറയുന്നു ഞങ്ങളെ കൊല്ലാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ആര് വരുന്ന പറവ. ഒരു സ്വത്രം പറയാമോ? ഒരു സ്വത്രം. പകൽ നമ്മുടെ ഉള്ളിൽ ഈ ഒരു സംശയം വരെയാണെങ്കിൽ ഇന്ന് പറയാം, യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ പറയാം. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. നമ്മൾ ഇരിക്കുന്ന ഇടത്തെക്കുറിച്ചുള്ള ഒരു ബോധം നമുക്ക് വരണം. ഹല്ലേലൂയ. ആ സമയത്ത് മോശ പേടിച്ചു. മോശ ദൈവത്തോട് നിലവിളിച്ചു. മോശയോട് ദൈവം പറയുന്ന ദൂതാണ് ഭയപ്പെടേണ്ട, ഉറച്ച് നിൽക്കുക, യഹോവയുടെ രക്ഷ. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ഭയങ്കര രസമാണ് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 3000 രഥോ എന്തോ ആണ് കൂട്ടി ആര് വരുന്നത്? പറവം പുറകെ വരുന്നത്. ഭയങ്കര വിഷയം നടക്കുക. ഫ്രണ്ടില് ചെങ്കടല്, വെട്ടത്തില് അഗ്നിസംഭവമുണ്ട്, വെട്ടത്തില് ഇവരെല്ലാം നിൽക്കുകയാണ്. ജനങ്ങളെല്ലാം പ്രശ്നം. ജനങ്ങളോട് പറയാൻ ദൈവം കൊടുത്ത ദൂത് ഭയപ്പെടേണ്ട. രണ്ടാമത് ഉറച്ച് നിൽക്കുക. മൂന്നാമത് ദൈവം നൽകുന്ന രക്ഷയെ ഒരു സ്വത്രം പറയാം. ഈ സിറ്റുവേഷനിൽ ദൈവം നമ്മളോട് ഇത് പറഞ്ഞ നമ്മുടെ പ്രതികരണം എന്തായാലും നമ്മൾ എല്ലാ ഇസ്രായേലിന്റെ തലയിൽ ഇടരുത്. നമ്മൾ നമ്മുടെ നിന്ന് തന്നെ അങ്ങ് ചിന്തിക്കും. ഒരു സ്വത്രം പറഞ്ഞാൽ ആദ്യം നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യേണ്ടത് ഇതെടുത്ത് എങ്ങനെ പ്രസംഗിക്കാമെന്ന് നോക്കരുത്, എങ്ങനെ നമുക്ക് ഗുണപ്പെടാമെന്ന് നോക്കണം. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ഞാനാണെങ്കിൽ എനിക്കത് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആര് വരുന്നു? രഥത്തിൽ വരുന്നു. ഒന്നാമത് ഇവരുടെ ഇടയിൽ, ഇവരുടെ ഉള്ളിനകത്ത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഭയമുണ്ട്. കാരണം 1-2 വർഷമല്ല, 400 വർഷമായിട്ട് അടിമയായിട്ട് കിടക്കുന്നവനാണ് ഇവന്. രാജാവിന്റെ മൈൻഡ് സെറ്റ് അല്ല, ഇവൻ അടിമയുടെ മൈൻഡ് സെറ്റാണ്. സ്വത്രം. അപ്പോഴെന്നെ ഓൾറെഡി ഭയമുണ്ട്. ഈ ഭയത്തിന്റെ മേലെ അടുത്ത ഭയം കൂടി. അപ്പൊ ദൈവം പറയുന്നു, നമുക്ക് ചിരിക്കാൻ തോന്നത്തില്ലേ? ദൈവം പറയണത് ഭയപ്പെടേണ്ട. അടുത്ത് പറഞ്ഞു ഉറച്ചു നിൽക്കാൻ. ഒരു സ്വത്രം പറയാമോ? എന്നിട്ട് പറയുന്ന ഇസ്രായേൽ ജനത്തോട് പറയുന്ന ദൂതുണ്ട്. മോശ പറയുന്നതാണ്, നമ്മൾ പാട്ടിപ്പാടുന്ന ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി കാണുകയില്ല. ഒരു സ്വത്രം പറയാമോ? ഹല്ലേലൂയ. ഒരു സ്വത്രം. ഈ വചനത്തിന്റെ പ്രാധാന്യം എന്തെന്നറിയാമോ? പഴയ നിയമത്തിൽ എല്ലാ ഭാഗത്തും ഇതാ പറയുന്നത്. യോശുവയോടും പറയുന്നത് ഭയപ്പെടേണ്ട, ഉറച്ച് നിൽക്കുക. അതിന്റെ അർത്ഥം എന്തുവാ?
ദൈവയുദ്ധം ചെയ്യാന്ന് ദൈവം ഏറ്റിട്ടുണ്ടെങ്കിൽ ദൈവയുദ്ധം ചെയ്യും. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. പക്ഷെ നീ ഭയപ്പെട്ട ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ അത്ഭുതത്തിന് തടസ്സമായി, നമ്മുടെ വിടുതലിന് തടസ്സമായി നിൽക്കുന്ന കാര്യം ഇതാണ്. യേശു കർത്താവ് പുതിയ നിയമത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാറ്റും കടലും ഓളും എല്ലാം അടിക്കുന്ന സമയത്തും യേശു കർത്താവ് തിരിച്ചു ചോദിക്കുന്നത് നിങ്ങൾ ഭയപ്പെട്ടത് എന്തെന്നാണ്. സ്തോത്രം. ഭയം കയറിയാൽ അവിശ്വാസം കയറും. സ്തോത്രം. അവിശ്വാസം കയറിയാൽ വിടുതൽ ബ്ലോക്കാവും. ഒരു സ്തോത്രം പറയാമോ? ഒരു സ്തോത്രം പറയാമോ? ഇപ്പൊ പറ, ഭയത്തിന്റെ ആത്മാവിനെ ജയിക്കുന്ന ഒരു ജയത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ വ്യാപരിക്കുന്നു. കരമടിച്ച ദൈവത്തിന് മഹത്വം കൊണ്ട് പറഞ്ഞാൽ എത്ര യുദ്ധത്തിൽ യോശുവയോടെന്ന് പറയുന്നത്, യോശുവ മോശയുടെ സൈന്യാധിപനായിരുന്നു അല്ലേ? യോശുവ മോശയുടെ സൈന്യം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് ആരെയാ പറഞ്ഞു വിടുന്നത്? യോശുവയാ പറഞ്ഞു വിടുന്നത് അല്ലേ? സ്തോത്രം. യോശുവയാണ് നിന്റെ നേതൃസ്ഥാനത്ത്. ഈ യോശുവയോട് ദൈവം പറയുന്നു എന്താന്ന് പറയുന്നത്? ഭയപ്പെടാൻ. രണ്ടാമത് ഉറച്ചു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. യുദ്ധതന്ത്രം അറിഞ്ഞിട്ട് കാര്യമില്ല, യുദ്ധത്തെ കുറിച്ചുള്ള എന്തറിഞ്ഞിട്ടും കാര്യമില്ല. ഭയം വന്ന് അവിടെ തീരും. അതുകൊണ്ട് പഴയ നിയമത്തിൽ യുദ്ധത്തിന് വിളിക്കുമ്പോൾ ഭയമുള്ളവർ മാറി നിൽക്കാൻ പറയും. ഭയമുള്ള ഒരുത്തം വന്നാ മതി, ബാക്കിയുള്ള എല്ലാത്തിനെയും ഭയത്തിലാക്കും. സ്തോത്രം. ഒരു സ്തോത്രം പറഞ്ഞാൽ അല്ലേ? ഭയമുള്ള ഒരുത്തം മതി. സ്തോത്രം. ഞാൻ ചിന്തിക്കുന്നത് 12 പേര് ഉറ്റുനോക്കാൻ പോയിട്ട് ഏവനോ ഒരുത്തനാണ് ഈ സംശയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവന്മാര് ഡിസ്കസിങ് ഉണ്ട്. ഇതായിരിക്കും, അതായിരിക്കും, ഇതായിരിക്കും. ശരി തന്നെ, അങ്ങ് നമ്മളെക്കാളും പൊക്കമുള്ള നമ്മള് വെട്ടിക്കിളി വ്യാഖ്യാനം വരെ കൊടുത്തിട്ട് എന്ന് പറഞ്ഞാൽ എളുപ്പം മോശയ്ക്ക് അറിയാൻ വേണ്ടി എക്സാമ്പിൾ വരെ ഉണ്ടാക്കിക്കൊണ്ടാണ് വരുന്നത്. ഒരു സ്തോത്രം എന്ന് പറഞ്ഞാൽ അവർ വലുതാണ്, അധികാരികന്മാർ എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പം നമ്മൾ അവരുടെ മുമ്പിൽ വെട്ടിക്കിളി എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കിന് എല്ലാവർക്കും വേണ്ടി. നോക്കണേ, 6 ലക്ഷത്തിലധികം ലക്ഷക്കണക്കിനുള്ള ആൾക്കാരെ മൊത്തം ഭയത്തിലാക്കുന്ന നിലവാരത്തിൽ 10 എണ്ണത്തിന് കിട്ടി. സ്തോത്രം. പക്ഷെ വാഗ്ദത്തം ഇല്ലേ? വാഗ്ദത്തം ഉണ്ട്. സ്തോത്രം. ഇവരാണ് വാഗ്ദത്ത തലമുറ. 400 വർഷം ദൈവം ഒരക്ഷരം മിണ്ടിയിട്ടില്ല. സ്തോത്രം. 400 വർഷം ഒരു വിമോചകനെ മിസ്രൈമിലോട്ട് ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുമില്ല, വിട്ടിട്ടുമില്ല. ഹല്ലേലൂയ. അബ്രഹാമിനോട് ഉൽപ്പത്തി 15 അധ്യായം ലാസ്റ്റ് വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ ദേശം നിന്റെ തലമുറയ്ക്ക് ഞാൻ അവകാശമായി കൊടുക്കും. പക്ഷെ ഇപ്പോഴല്ല, എപ്പോഴാണ്? 400 വർഷം കഴിഞ്ഞിട്ടേ അത് നടക്കൂ. വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അപ്പം ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിലുള്ള തലമുറ ആരാണ്? ഇവരുടെ മക്കളല്ല. പക്ഷെ കേറിയത് ആരാ? മക്കളല്ലേ കയറി? ഇറങ്ങിയ ആ ജനറേഷനിലുള്ള ആരും, മോശ ഉൾപ്പെടെ പോയി 2 പേരെ കയറിയിട്ടുള്ളൂ. ഒന്ന് കാലേബ്, ഒന്ന് യോശുവ. ഒരു സ്തോത്രം. എനിക്ക് തോന്നുന്നു 2 പേരെ മരുന്നിന് വെച്ചെന്ന് പറഞ്ഞ ദൈവം പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കാൻ വേണ്ടി. കാരണം ഇവര് കയറുമെന്നാണല്ലോ. ഒരു സ്തോത്രം. പക്ഷെ വാഗ്ദത്തം ഉണ്ട്, അതിനകത്തേക്ക് കയറാൻ പറ്റിയില്ല, അവകാശമാക്കാൻ പറ്റിയില്ല, അതിനെ അനുഭവിക്കാൻ പറ്റിയില്ല. 10-12 പേര് കണ്ടെന്നെങ്കിലും പറയാം. പാവം മോശയും കണ്ടു, ദൂരെ നിന്ന് കണ്ടു, അകത്ത് കേറിയില്ല. ബാക്കി ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, ഇവന്മാര് കാണാൻ പോലും പറ്റിയില്ല. കാരണം എന്താ? വിശ്വാസം. സ്തോത്രം പറയാമോ? നിങ്ങൾ ഒന്നെടുത്ത് നോക്കി, രക്ഷിക്കപ്പെട്ട നിമിഷം തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോട് ദൈവം പറഞ്ഞ
ഞാൻ പ്രവാചകൻ പറഞ്ഞ ദൂതല്ല പറയുന്നത്, ദൈവം പറഞ്ഞ അവൻ ദൂതുകൾ നിരവധി 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 കിടക്കുമ്പോഴും പലപ്പോഴും നമ്മൾ അതിൽ സംശയം വിട്ട് ഇത് ശരിയോ തെറ്റോ എന്ന് ചോദിക്കുന്നതിന് ഒരു കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ഭയമാണ്. ഇന്ന് പകൽ ആ ഭയത്തെ ഉടയ്ക്കുന്ന ഒരു ഭീരുത്വത്തിന്റെ ആത്മാവിനെ ഉടച്ചു കളയുന്ന ഒരു അവകാശത്തിന്റെ പുത്രത്വത്തിന്റെ ആത്മാവിന്റെ അധികാരം നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്ന് വ്യാപരിക്കണം. കാരണം അടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ടതിന് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ എത്ര നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നത്? ഒരു സ്തോത്രം, ഒരു സ്തോത്രം പറഞ്ഞാട്ടെ, ഒരു വിശ്വാസത്തോടെ രാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല, വാഗ്ദത്തത്തിൽ നിന്ന് മാറാൻ ഒരു വഴി ദൈവം തന്നിട്ടില്ല. കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രൊവിഷൻ മൊത്തം ആര് തരും? ദൈവം തരും. സ്തോത്രം. അവകാശമാക്കുമെന്നൊരു ദൂത് പറഞ്ഞെങ്കിൽ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് അവകാശമാക്കാൻ പറ്റത്തില്ലെന്ന് അറിയാനുള്ള കർത്താവ്, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിലനിൽക്കാൻ കഴിയത്തില്ലെന്ന് അറിയാനുള്ള കർത്താവ്, അതിലേക്ക് നിന്നെ കടത്താൻ വേണ്ടിയാണ് തന്റെ പുത്രത്വത്തിന്റെ ആത്മാവിനെ നിങ്ങളുടെ പേര് പകർന്നിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പുത്രത്വത്തിന്റെ ആത്മാവ് മതി. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, ചാടിക്കേറി നിങ്ങൾ ഒരു സ്ഥലത്ത് പോകണ്ട, അവിടെ ആരെ കാത്തിരിക്കണം? പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കാൻ പറയുന്നു. നിങ്ങൾക്കറിയാവോ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ അന്യഭാഷ പറയാനല്ല. അന്യഭാഷ അതിനകത്ത് ഉണ്ട്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ പ്രവചനം പ്രാപിക്കാൻ വേണ്ടിയല്ല, പക്ഷെ പ്രവചനം അതിനകത്ത്, ഇതെല്ലാം ഫലവും ഗിഫ്റ്റുവാ. സ്വത്രം. ഇത് ഗിഫ്റ്റാ. അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞ ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു സ്റ്റെബിലൈസർ കിട്ടുന്നു പറയുന്നത് പോലെ അല്ലെ? ഇപ്പൊ അത് കൊടുക്കാറില്ല. ഫ്രിഡ്ജ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിന് വെക്കാൻ ഒരു സ്റ്റാൻഡ് കൊടുക്കണം എന്ന് പറയുന്നത് പോലെ ആത്മാവ് വരുമ്പോൾ കൂടെ ഫ്രീ ആയിട്ട് വരുന്നതാണ് പ്രവചനവും വെളിപ്പാടും എല്ലാം. ഒരു സ്തോത്രം. അത് പരിശുദ്ധാത്മാവിലുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ കൃപാവരം എന്ന് പറയുന്നത് ഒരു സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പക്ഷേ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിന് ആത്യന്തപരമായ ഒരു ലക്ഷ്യം നമ്മളിൽ ഉണ്ട്. എന്നെ കുറിച്ചുണ്ട്, നിങ്ങളെ കുറിച്ചും ഉണ്ട്. സ്തോത്രം. ഇത് നമ്മളിൽ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ്. സ്തോത്രം. ഇത് നമ്മളെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് തിരുവചനം എല്ലാം അവനാലും അവനിൽ നിന്നും അവങ്കലേക്കും. എല്ലാരും പറഞ്ഞാട്ടെ, അവനാലും അവനിൽ നിന്നും അവങ്കലേക്കും. ഒരു സ്തോത്രം. രക്ഷ ആരെന്ന് എല്ലായിടത്തും പറഞ്ഞ ഈ മൂന്ന് വാക്ക് നിൽക്കും ഈ വചനത്തിൽ. രക്ഷ ദൈവത്തിൽ നിന്ന്, അവനിൽ നിന്ന് പറഞ്ഞ ക്രിസ്തുവിൽ നിന്ന്. മൂന്ന് രക്ഷയുടെ അവസാനം നമ്മൾ ചെന്ന് നിൽക്കുന്ന സ്ഥലം ദൈവം. ഒരു സ്തോത്രം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ പറഞ്ഞു വരട്ടെ. അവൻ ഭയമാണ് നമ്മളെ നിൽക്കുന്നത്. ഈ ഭയത്തെ ജയിക്കാൻ വേണ്ടിയാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് ഒരു പവറിന് വേണ്ടിയല്ല. നമ്മൾ പലപ്പോഴും അതിനെ പവറായിട്ടാണ് കാണുന്നത്. അതിനും വേണ്ടിയല്ല. അതിന്റെ യഥാർത്ഥമായ കാര്യമാണ് അവൻ റോമാലേഖനം 8 പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു പറയാ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ നൽകിയിരിക്കുന്നു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭയം മാറാൻ ഒരേ ഒരു ഇതേ ഉള്ളൂ, അപ്പം കൂടെ ഉണ്ടെന്നൊരു വിശ്വാസം. ഒരു സ്തോത്രം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. അപ്പം കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം. ഇത് ഞാൻ പ്രസംഗിക്കുന്ന അറിവിനാൽ വരുന്നതല്ല, നിങ്ങൾ വായിച്ച അറിവിനാലും അല്ല. ഈ വായിച്ചതും പ്രസംഗം കേട്ടതും വെച്ചിട്ട് ദൈവം അത് നിങ്ങൾക്ക് ആത്മാവിൽ വെളിപ്പെടുത്തി തരണം. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഇടയ്ക്ക് ഒരു ദൈവാസം പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു കേട്ടതു നല്ല ഒരു ശുശ്രൂഷകനാണ് ഡെറിക് പ്രിൻസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡെറിക് പ്രിൻസ് എന്ന് പറഞ്ഞ ദൈവാസനം. ഡെറിക് പ്രിൻസ്
പുള്ളിയുടെ 50-ാമത്തെ വയസ്സിലാണ് ദൈവം പിതാവാണ് എന്നുള്ള വെളിപ്പാട് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ 50-ാമത്തെ വയസ്സിലല്ല അതേ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയത്. അതിനു മുമ്പ് ഇറങ്ങി. അതിനു മുമ്പും ദൈവം പിതാവാണെന്ന് ആര് പ്രസംഗിച്ചു? ഡെറിക് പ്രിൻസ് പ്രസംഗിച്ചു, പഠിപ്പിച്ചു. പുള്ളി ഒരു ബൈബിൾ ടീച്ചറാണ്. ബൈബിൾ ക്ലാസ്സിലുകളും എടുത്തു. സ്തോത്രം. പക്ഷേ അദ്ദേഹത്തിന് വെളിപ്പാടായിട്ട് മാറിയത്, ഒരു സ്തോത്രം പറയാമോ? അറിവും വെളിപ്പാടും തമ്മിൽ വ്യത്യാസമുണ്ട്. വെളിപ്പാടാണെങ്കിൽ എന്ത് വന്നാൽ അവിടെ നിൽക്കും ഈ വെളിപ്പാടിന്റെ മുന്നിൽ. ഒരു സ്തോത്രം പറയാമോ? ഇത് പകൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, ദൈവം എന്റെ പിതാവാണെന്ന് എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണം. ഒരു സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. ഒന്ന് വെളിപ്പെടുത്തി തരണം. ദൈവത്തോട് പറഞ്ഞു വെളിപ്പെടുത്തി തരണം. അതെന്റെ ലൈഫായിട്ട് മാറണം. യേശു കർത്താവിന്റെ ധൈര്യം എന്തെന്നറിയാമോ? ദൈവം പിതാവ്. പക്ഷെ യേശു കർത്താവിന്റെ ധൈര്യം ചോർന്നതായിട്ട് നമുക്ക് തോന്നുന്ന ഒരു ഭാഗമുണ്ട്. എവിടെ നിന്നറിയാമോ? ക്രൂശിൽ ഏത് സമയത്താണ് എന്റെ ദൈവമേ എന്നെ അതുവരെ അപ്പാന്ന് വിളിച്ച വാക്ക് മാറ്റി ദൈവം. സ്തോത്രം പറയാമോ? അതിനു മുമ്പുള്ള കോൺഫിഡൻസ് എന്തുവാ? അപ്പൻ. കൈവിട്ടോ എന്ന് തോന്നുന്നത് കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥയിൽ. ഇത് നമ്മൾ കാരണമോ പോയെ? ഒരു സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ധൈര്യം, നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുന്നത് സ്വർഗത്തിൽ നമുക്കൊരു പിതാവുണ്ടെന്നും അത് ദൈവമാണെന്നും അവൻ സകലത്തിന്റെ അധികാരിയാണെന്നും ആ അധികാരിയുടെ സകലത്തിന്റെ അവകാശി ഞാനാണെന്നുമുള്ള വെളിപ്പാടാണ് സ്തോത്രം ഭയത്തെ മാറ്റുന്നത്. സ്തോത്രം പറയാമോ? ഇവിടെ പരീശന്മാർ വന്നു, കർത്താവിന് ഒരു ഭയമില്ല. അന്നുള്ള ഏറ്റവും വലിയ കോടതിയായ റോമൻ കോടതി വന്നു. സ്തോത്രം. ദൈവത്തിന്, കർത്താവിന് ഭയമില്ല. നിങ്ങൾക്കറിയാവോ, തിരുവചനം പറയുന്നത് നമുക്ക് ഏറ്റവും ഭയം ഏതാ? മരണമാ. സ്തോത്രം. പക്ഷെ ദൈവം അതുവരെ ദൈവത്തിന് മരണം അറിയത്തില്ല. ഒരു സ്തോത്രം. അതുകൊണ്ടാ തിരുവചനം പറയുന്ന അവൻ മരണത്തെ ആസ്വദിച്ചു. ഒരു സ്തോത്രം പറയാമോ? ആ മരണത്തിനകത്തും കയറി എന്നിട്ട് പുറത്തു വന്നതിന്റെ ഉറപ്പെന്ന് പറയുന്നത് പിതാവ്. ഒരു സ്തോത്രം പറയാമോ? അപ്പൊ ദൈവാത്മ പറയുന്നത് അമ്മ ഇതല്ല എന്റെ മെസ്സേജ്. പക്ഷെ ദൈവം ഇങ്ങനെ നടത്തിയോട്ട് പറയുക, സ്തോത്രം, നിങ്ങൾ നിൽക്കുന്ന ഭയത്തിന്റെ ചിന്തകളെ മാറ്റിയിട്ട് അവിടെ പുത്രത്വത്തിന്റെ അധികാരത്തെ നിങ്ങൾ കയറ്റണം. ഒരു സ്തോത്രം. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താണ് ഇന്ന് പകൽ. അതിന്റെ പേരിൽ ഒരു വിടുതൽ ദൈവം അയക്കാൻ പോവുക. ആമേൻ. എന്നിട്ട് നിങ്ങൾ ഉറച്ചു നിൽക്കണം. സ്തോത്രം. ശത്രു വരുമ്പം ആര് യുദ്ധം ചെയ്തോളും? ദൈവം യുദ്ധം ചെയ്തോളും. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം കൂടി വായിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. വായിച്ചാട്ടെ. എഫേസ്യ ലേഖനം 6:12. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. വേണ്ട, അത് വായിക്കണ്ട. അതിന്റെ മുകളിലത്തെ 11-ാമത്തെ വാക്യം. ഒരു സ്വന്തം പറഞ്ഞാട്ടെ. യുദ്ധം യഹോവയ്ക്കുള്ളത് എന്ന് പഴയ നിയമത്തിൽ പറയുമ്പോൾ പുതിയ നിയമത്തിലും ദൈവം പറയുന്നത് യുദ്ധം ആർക്കുള്ളതാ? എല്ലാവരും പറഞ്ഞാട്ടെ. ദൈവത്തിനുള്ളത്. എല്ലാവരും ശബ്ദത്തിൽ പറഞ്ഞാട്ടെ. ദൈവത്തിനുള്ളത്. സ്വത്രം. എന്താ അതിന്റെ തെളിവെന്നറിയാമോ? നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആയുധം നമുക്കുള്ളതല്ല, പ്രൊട്ടക്ട് ചെയ്യുന്ന ആയുധം ആർക്കുള്ളത്? അതുകൊണ്ട് അതിന് ദൈവത്തിന്റെ, നിങ്ങൾ വചനം വായിക്കും, ദൈവത്തിന്റെ, അതിനെ പിരിച്ചെഴുതി പഠിക്കണം. സ്കൂളിൽ പണ്ട് പിരിച്ചെഴുതുക എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ, ദൈവം പ്ലസ് ആയുധം ദൈവത്തിന്റെ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ദൈവത്തിന്റെ സർവായുധം. എന്നിട്ട് അവിടെ പറയുക എന്താ ചെയ്യുന്നത്, എന്തിനാ നിൽക്കേണ്ടത്? പിശാചിന്റെ എന്തിന്റെ ഓടെ? എല്ലാരും പറഞ്ഞാട്ടെ. അത് ശബ്ദത്തിൽ പറയണം. തന്ത്രങ്ങളോട്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ.
പിശാചിനല്ല ആയുധം, നമുക്കാണ് ആയുധം. സ്വത്രം. വേദപുസ്തകത്തിൽ ഒറ്റ സ്ഥലത്ത് പിശാചിന് ആയുധമുണ്ടെന്ന് എഴുതിയിട്ടില്ല. ഇപ്പോ പണ്ട് ആയുധം ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് കൊലോസ്യ ലേഖനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ക്രൂശിൽ അവന്റെ ആയുധം വെപ്പിച്ചെന്ന് എഴുതിയിട്ടുണ്ട്. സ്വത്രം പറയാമോ? രാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇപ്പൊ ആയുധം കൊണ്ട് അവനല്ല നിൽക്കുന്നത്, ആയുധം കൊണ്ട് നമ്മളാണ് നിൽക്കുന്നത്. രാമേൻ എത്ര പേർക്ക് വെളിപ്പാട് കിട്ടുന്നുണ്ട്? ഒരു സ്വത്രം. നമ്മളെല്ലാം കാണുന്നത് പണ്ടത്തെ ഒനിഡ ടിവിയുടെ പരസ്യം കണ്ടിട്ട് അവൻ 2 കൊമ്പും വെച്ച്, അല്ലെ, സ്വത്രം, ഒരു കുന്തവും വെച്ച് നിൽക്കുന്ന പിശാചിനെയാണ് കാണുന്നത്. പക്ഷെ വേദപുസ്തകം വരച്ചു വെക്കുന്നത് അധികാരമില്ലാത്ത, നിസ്സഹായകനായി നിൽക്കുന്ന, നിരാശയിൽ നിൽക്കുന്നത്, ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ശത്രുവിനെയാണ് വേദപുസ്തകം കാണിക്കുന്നത്. ഇടയ്ക്ക് ഞാൻ പ്രസംഗിച്ചപ്പോ, സമയമില്ല, 10 മിനിറ്റ് കൊണ്ട് നിർത്താം. അവൻ ഇടയ്ക്ക് പ്രസംഗിച്ചപ്പോ എന്നോട് ഒരു കുഞ്ഞു വന്ന് ചോദിച്ചു, പാസ്റ്ററെ, പിശാച് കറുപ്പാണോ വെളുപ്പാണോ? എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര നമ്മള് ഒരു സ്തോത്രം പറഞ്ഞത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു പിശാച് വെളുപ്പാണ്. ഞാൻ പറഞ്ഞു അവനെ കാണാൻ നല്ല ഭംഗിയാണ്. സ്തോത്രം. എന്താണ് വേദപുസ്തകത്തിൽ അടിസ്ഥാനം? വെളിച്ചദൂതന്റെ വേഷത്തെ വരും. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അതുപോലെ പാപം ചെയ്തെന്ന് പറഞ്ഞപ്പോ ആദാമിന്റെ ഗ്ലാമർ ഒന്നും പോയിട്ടില്ല. ഒരു സ്തോത്രം. ഹല്ലേലൂയ. പുരുഷന്മാരുടെ ഗ്ലാമർ, സ്ത്രീകളെ കുറ്റം പറയല്ല, പുരുഷന്മാരുടെ ഗ്ലാമർ വർദ്ധിച്ചിട്ടേ ഉള്ളൂ. അത് നിങ്ങൾ 40 വയസ്സിന് ശേഷം കാണണം. നിങ്ങളുടെതെല്ലാം 30 വയസ്സോടെ അല്ലെങ്കിൽ 35 വയസ്സോടെ തീരും. പുരുഷന്മാർ 40 വയസ്സ് കഴിയുമ്പോൾ കയറി ശോഭ വയ്ക്കും. അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പാപം ചെയ്തപ്പോൾ ആദാമിന്റെ ഗ്ലാമർ ഒന്നും പോയിട്ടില്ല. അതുപോലെ വെട്ടി വീഴ്ത്തിയപ്പോൾ ആരെ ഗ്ലാമർ പോയില്ല? അവൻ സൗന്ദര്യപൂർണനും അവൻ ജ്ഞാനപൂർണനുമായിരുന്നു എന്നാണ്. ജ്ഞാനമല്ല അവൻ്റെത് എടുത്തു കളഞ്ഞത്, അവന്റെ സൗന്ദര്യമല്ല എടുത്തു കളഞ്ഞത്, അവന്റെ അധികാരമാണ് എടുത്തു കളഞ്ഞത്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. കാരണം ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. അവന്റെ കയ്യില് അവൻ വരുന്ന നല്ല ഗ്ലാമറോട് സുന്ദര കുട്ടപ്പനായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ നിങ്ങൾ മുഖത്തിലൊന്ന് വെളിപ്പാടോട് സൂക്ഷിച്ചു നോക്കിയാൽ അവിടെ പരാജയത്തിന്റെ മുഖം നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളെപ്പോൾ ആ വെളിപ്പാടിൽ എത്തുന്നില്ലയോ, ആ നിമിഷമൊക്കെയും അവൻ നിങ്ങളെ മേൽ ജയമെടുക്കും. എന്ന് നിങ്ങൾ ഈ വെളിപ്പാടിലേക്ക് വരുന്നുവോ, അന്ന് നിങ്ങൾ അവന്റെ മേലെ ജയമെടുക്കും, അവന്റെ മേലെ ജയമെടുക്കും, അവന്റെ മേലെ ജയമെടുക്കും. ഇന്ന് പകൽ ദൈവമക്കളോട് ദൈവം ചലഞ്ച് ചെയ്യുന്ന വചനമിതാണ്, നിങ്ങൾ അവന്റെ മേൽ ജയമെടുക്കുക. ഹല്ലേലൂയ. രണ്ട്, അവന്റെ മേൽ ആയുധമില്ല, അവന്റെ മേല് സ്തോത്രം. തന്ത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര തന്ത്രമാണ്. സ്തോത്രം. നമ്മൾ വിചാരിക്കുന്ന തന്ത്രമല്ല, നമ്മൾ വീണ് പോകുന്നതാണ്. അവന്റെ തന്ത്രത്തെ വ്യക്തമായിട്ട് അറിയണമെങ്കിൽ നമ്മൾ വചനം വായിച്ചാലേ പറ്റത്തുള്ളൂ. ഒരു സ്തോത്രം എന്ന് പറഞ്ഞാൽ ഈ ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് കൊണ്ടുവയ്ക്കുന്ന ബൈബിൾ നാളെ പള്ളിക്കും പാറ്റയ്ക്കും കൊടുത്തിട്ട് അടുത്ത ഞായറാഴ്ച എടുക്കുമ്പോൾ പാറ്റയും പല്ലി ഓടുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. വചനം അറിയുന്ന വ്യക്തിക്ക് മാത്രമേ സാത്താനെ ജയിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. വചനം വ്യക്തമായി അറിയണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഡെലിവറൻസ് മിനിസ്ട്രി ചെയ്യുമ്പോൾ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ അധികാരം പോലും മാറി നിൽക്കുന്ന സന്ദർഭമുണ്ട്. പോകത്തില്ലെന്ന് പറയും. സ്തോത്രം. പക്ഷെ പോകത്തില്ലെന്ന് പറയുന്നവന്റെ മുമ്പിൽ അവൻ തകർന്നു എന്നുള്ള ഒറ്റ വചനം പറഞ്ഞാൽ അവൻ നിമിഷം പോകും. സ്തോത്രം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ പിശാച് വന്ന് ആർഗ്യൂ ചെയ്തപ്പോ കർത്താവ് ആദ്യം എന്നൊന്നും പറഞ്ഞില്ല, എഗെയിൻസ്റ്റ് വചനമോ പറഞ്ഞു. ഒരു സ്തോത്രം പറയാമോ? വചനമിട്ട് വെട്ടും തോറും അവന്റെ അധികാരവും ശക്തിയും കുറഞ്ഞു വരും. ഒരു സ്തോത്രം പറയാമോ? അവന്റെ അധികാരവും ശക്തി കുറയുമ്പോൾ നീ ഒറ്റ വാക്ക് അധികാരത്തിൽ പറഞ്ഞാൽ അവൻ നിന്നെ വിട്ട് ഓടിപ്പോകും. അതുകൊണ്ടാ തിരുവചനത്തിൽ പറയുന്നത്, നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട്. ഒരു സ്തോത്രം. നമ്മൾ ചെയ്യുന്ന നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യും? ആർക്ക് കീഴടങ്ങും?
കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ യുദ്ധം സമർപ്പിക്കുക എന്നല്ല ഞാൻ പറയാം. പിശാചിന് കീഴടങ്ങുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? പിശാചിന് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യും, എന്നിട്ട് ദൈവത്തിൻ്റെ കൂടെ ഒരു സ്തോത്രം പറയാം. വചനം പറയുന്നത് ദൈവത്തിന് കീഴടങ്ങുവിൻ. ഈ വചനങ്ങൾ എല്ലായിടത്തും പോകണം. പിശാചിന്റെ ഭാഗത്ത് ഇപ്പൊ നമ്മൾ പറയുന്നത് പിശാചിന്റെ തന്ത്രങ്ങളോട് യുദ്ധം. നിങ്ങൾ പറ, യുദ്ധം ചെയ്യേണ്ടതിന് അല്ല, എതിർത്ത് നിൽക്കേണ്ടതിന്. ഒരു സ്തോത്രം. നമ്മുടെ മെയിൻ പോയിന്റ് മറക്കരുത്. ഫറവോൻ വരുന്ന സമയത്ത് നിൽക്കാനാ പറഞ്ഞത്. അതേ വചനം തന്നെ ഇവിടെ പറയുന്നത് നിന്നാതി. സ്തോത്രം. പിശാചിന്റെ തന്ത്രങ്ങളോട് അപ്പൊ നമ്മൾ എഗൈൻസ്റ്റ് നിൽക്കാത്തത് കൊണ്ടാണ് ഇവൻ നമ്മെ ജയിക്കുന്നത്. എന്ന് എതിർക്കാൻ തുടങ്ങുന്നുവോ ആ എതിർപ്പ് നമ്മുടെ ശക്തി കൊണ്ടല്ല. ആമേൻ. ദൈവത്തിന്റെ സർവായുധ വർഗത്തിൽ വെട്ടാൻ ഉപയോഗിക്കുന്ന വാളിന് പറയുന്നത് വചനമാണ്. സ്തോത്രം. ഈ വചനം ഉപയോഗിച്ച് നമ്മൾ എപ്പോഴെല്ലാം അവന് എതിരെ വെട്ടി ജയിക്കുന്നുവോ ആ നിമിഷം അവൻ നിന്നെ വിട്ട് ഓടിപ്പോകും. സ്തോത്രം. അവന് ഓട്ടിക്കുന്ന കാര്യം ആര് ചെയ്യും? ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് നിങ്ങൾക്ക് ഉറപ്പായോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ 13-ാമത്തെ വാക്യം, 13 കൂടെ, എഫേസ്യ ലേഖനം 6:13. അതുകൊണ്ട് അവിടെ എന്തുവാ? അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ, എല്ലാവരും പറഞ്ഞാട്ടെ, ദുർദിവസത്തിൽ. അടുത്തത് എതിർക്കാനും. അടുത്തത് അടുത്തത് എന്തുവാ? ഉറച്ച് നിൽക്കാനും. മിസ്രയീമ്യരോട് പറഞ്ഞത് എന്തുവാ? ഭയപ്പെടേണ്ട, ഉറച്ച് നിൽക്കുക. എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞത് എന്തുവാ? പേടിക്കണ്ട, എതിർക്കുക, ദൈവത്തിന്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കുക. ഒരു സ്തോത്രം പറയാമോ? ഒരു സ്തോത്രം. നിങ്ങൾ ആദ്യം പുതിയ നിയമം മൊത്തം വായിക്കണം, എന്നിട്ട് പഴയ നിയമം വായിക്കണം. അപ്പോ ഈ പുതിയ നിയമത്തിൽ വന്നതല്ല എവിടെ നിന്നാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. നമുക്കാണ് പുതിയ നിയമവും പഴയ നിയമവും. നമുക്ക് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും റെഫർ ചെയ്യാനുണ്ട്. പക്ഷെ പൗലോസ് ഇത് എഴുതുമ്പോൾ പൗലോസിന് റെഫർ ചെയ്യാൻ ന്യായപ്രമാണം മാത്രമേ ഉള്ളൂ. സ്തോത്രം. പൗലോസിന് ഈ വെളിപ്പാട് എവിടെ നിന്ന് വന്നെന്നറിയാവോ? ന്യായപ്രമാണത്തിൽ യഹോശാഫാത്ത് യുദ്ധം ചെയ്യുന്ന സമയത്ത്, യോശുവ യുദ്ധത്തിന് പോകുന്ന സമയത്ത്, മോശെ ചെങ്കടലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന സമയത്ത് എല്ലാം ദൈവം പറഞ്ഞ ഒരേ ഒരു വാക്ക്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. സ്തോത്രം. അതിനെ എടുത്തിട്ട് പൗലോസ് പുതിയ നിയമത്തിലെ വെളിപ്പാടിൽ പറഞ്ഞു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? മോശ പോരാടിയത് ജഡരക്തങ്ങളോടാണ്. സ്തോത്രം. അവിടെ യഹോവ യുദ്ധം ചെയ്തതായിട്ട് കാണിക്കുന്നത് ആരാ? ഫറവോനെ സൈന്യത്തെയാണ് യുദ്ധം ചെയ്ത് നശിപ്പിക്കുന്നത്. യഹോശാഫാത്ത് യുദ്ധം ചെയ്തത് മനുഷ്യരോടാണ്. സ്തോത്രം. ഹല്ലേലൂയ. യോശുവ യുദ്ധം ചെയ്തത് മനുഷ്യരോടാണ്. എന്നാൽ നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല. ഒരു സ്തോത്രം പറയാമോ? അപ്പൊ ആരോടാണ് നമ്മുടെ പോരാട്ടം? അതിന്റെ അർത്ഥം, അതിന്റെ വ്യാഖ്യാനം അവൻ പൗലോസ് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അമ്മേ സ്തോത്രം. ഈ ലോകത്തിലെ ദുഷ്ടാത്മ സേനയോട് ഒരു സ്തോത്രം പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട്, ഈ ലോകത്തിന്റെ അധിപതി, ഈ ലോകത്തിന്റെ അധിപതിയുടെ കീഴിലായിരിക്കുന്ന മനുഷ്യൻ, ഈ മനുഷ്യനെ നിയന്ത്രിക്കുന്ന ആത്മാവ്. ഒരു സ്തോത്രം പറയാമോ? പഴയ നിയമത്തില് ആമേൻ ഈ ഫറവോനെ കൊണ്ട് ചെയ്യിക്കുന്ന ആത്മാവിനോടല്ല പോരാടിയത്, ഫറവോനോട് പോരാടിയപ്പോൾ പുതിയ നിയമത്തില് പൗലോസ് പറയുകയാണ്,
ആമേൻ സ്വത്രം, നമുക്ക് എതിരെ നിൽക്കുന്ന വ്യക്തിയെ കൊണ്ട് അത് ചെയ്യിക്കുന്ന ഈ ലോകത്തിനൊരു അധിപതിയുമുണ്ട്. ആ അധിപതിയുടെ കൽപ്പന പ്രകാരം ആ വ്യക്തിയിൽ വ്യാപരിക്കുന്ന ഒരു ഡെവിൾ സ്പിരിറ്റുമുണ്ട്. നമുക്ക് പോരാട്ടം ആ സ്പിരിറ്റിനോടാണ്. സ്വത്രം പറഞ്ഞാൽ കരമടിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കാട്ടെ. പകൽ ആ വെളിക്കാട് വന്നാൽ നമ്മുടെ പ്രശ്നങ്ങൾ മാറും. നമ്മുടെ പിണക്കങ്ങൾ മാറും. നമ്മുടെ സ്വന്തം ശത്രുത മാറും. സ്വന്തം ഏതൊരു വ്യക്തിയെയും നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഇവനല്ല ചെയ്യുന്നത്, ഈ വ്യക്തി അല്ല ചെയ്യുന്നത്, ഇവനെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. ഹല്ലേലൂയ. ഒരു സ്വത്രം പറയാമോ? അത് രക്ഷിക്കപ്പെട്ടവരിലെ ഉപയോഗിക്കും, രക്ഷിക്കപ്പെടാത്തവരെ ഉപയോഗിക്കും. ഒരു സ്വത്രം പറയാമോ? ഒരു സ്വത്രം. ശത്രുത വെക്കരുത്, ഭിന്നത വെക്കരുത്, കൈപ്പുള്ളിൽ വെക്കരുത്. അവന്റെ പുറകിലുള്ള സ്പിരിറ്റിനെ നീ തിരിച്ചറിഞ്ഞ് അതിന്മേൽ ജയമെടുത്ത് പ്രാപിക്കാൻ തുടങ്ങിയാൽ ആമേൻ സ്വത്രം, അതിന്റെ ആത്മാവിന്റെ ശക്തി വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ഒരു സ്വത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ പുറകിലുള്ള ഒരു സ്പിരിറ്റ്, സ്വത്രം. അതിനെ ജയിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ പുത്രത്വത്തിന്റെ ആത്മാവാണ്. അതിനെ ജയിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് പിതാവിനെ കുറിച്ചുള്ള ബോധ്യം വേണം. അപ്പോൾ പിതാവിനെ കുറിച്ചുള്ള ബോധ്യത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിന്റെ നിറവിലാണ് നമ്മൾ ആ സ്പിരിറ്റിന് മേൽ ജയമെടുക്കുന്നത്. സ്വത്രം പറയാമോ? കാരണം ഉയർത്തിയ ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പറയാം. ആമേൻ. പോരാട്ടം വരുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടല്ല. സ്വത്രം. ഹല്ലേലൂയ. പോരാട്ടം വരുന്നത് എനിക്കായിട്ടല്ല. പോരാട്ടം വരുന്നത്, പോരാട്ടം വരുന്നത് സഭയ്ക്കാണ്. നിങ്ങൾ സഭയ്ക്കുള്ളത് കൊണ്ടാണ് പോരാട്ടം വരുന്നത്. വചനം എന്തുവാ? എഫേസ്യ ലേഖനം മൊത്തം സഭയെ കുറിച്ചാണ് പറയുന്നത്. ഏറ്റവും അവസാനം പറയുന്നത് നമുക്ക്. ഒരു സ്വത്രം പറയാമോ? അപ്പൊ യുദ്ധം ചെയ്യുന്നത് ഒറ്റയ്ക്കല്ല. എല്ലാവരും പറഞ്ഞാട്ടെ, യുദ്ധം ചെയ്യുന്നത് ഒറ്റയ്ക്കല്ല, സഭയാണ് യുദ്ധം ചെയ്യുന്നത്. ഇതിനെയാണ് കർത്താവ് പറഞ്ഞ വചനം കൂടി പറഞ്ഞ് നിർത്തുകയാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ഒരു സ്വത്രം പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാട്ടം വരുന്നത് സഭയ്ക്കെതിരെയാണ്. ഞാനെന്ന വ്യക്തിക്കാണ് പോരാട്ടം വരുന്നത് നമുക്ക് തോന്നാൻ കാരണം എന്നിലൂടെയും കൂടെയാണ് സഭ പണിയപ്പെടുന്നത്. സ്വത്രം. ക്രിസ്തു എന്ന മൂലക്കല്ലിൽ, അപ്പോസ്തലന്മാരെന്ന അടിസ്ഥാനത്തിൽ നാം ഓരോരുത്തരെയും ജീവനുള്ള കല്ലുകളായി പണിയപ്പെടുന്നു. ഒരു സ്വത്രം പറയാമോ? അപ്പോ ഒരു കല്ലായിരിക്കുന്ന ഞാനും കൂടി ചേർന്നാലേ സഭയുടെ മതിലിന് പൂർത്തീകരണം വരത്തുള്ളൂ. എന്നാൽ ഈ കല്ല് അവിടെ കയറാതിരിക്കാൻ വേണ്ടിയാണ് പോരാട്ടം. ഒരു സ്വത്രം. ഈ കല്ല് അവിടെ നിലനിൽക്കാതിരിക്കാനാണ് പോരാട്ടം. ഈ കല്ല് അവിടെ നിന്നാൽ അത് പ്രൊട്ടക്ഷന്റെ ഒരു മതിലായി തീരാതിരിക്കാനാണ് പോരാട്ടം. ഒരു സ്വത്രം. ഇതിനെ ജയിക്കുന്നത് ഒറ്റയ്ക്കല്ല, രണ്ടോ മൂന്നോ പേർ കൂടി വരുന്നവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ ദൈവത്തിന്റെ സാന്നിധ്യത്തില് സഭ ഒരുമിച്ചാണ് അതിന്മേൽ ജയമെടുക്കുന്നത്. കരം അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകൽ സഭ ഒരുമിച്ച് ദൈവമക്കളുടെ ജീവിതത്തില് ആത്മീകമായി ഭൗതികമായി നിലവരുന്ന വെളിപ്പെട്ടു വരുന്ന പോരാട്ടങ്ങളുടെ അധികാരത്തിന് മേല് ദൈവമക്കൾ അധികാരത്തോടെ, അവരായിരിക്കുന്ന ദൈവമക്കളെന്ന അധികാരത്തോടെ, അവരായിരിക്കുന്ന ദൈവമക്കളെന്ന നിറവോടുകൂടി, അവരായിരിക്കുന്ന ദൈവമക്കളെന്ന വെളിപ്പാടോടുകൂടി ഇന്ന് പകൽ ജയമെടുക്കട്ടെ. ഹല്ലേലൂയ.